തദ്ദേശ വകുപ്പ് അഡ്മിനിസ്ട്രേറ്റീവ് അണ്ടർ സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തതിന്റെ രേഖകൾ ആവശ്യപ്പെട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. ചിത്ര പി അരുണിമയുടെ സസ്പെൻഷൻ നടപടിയിലെ രേഖകളാണ് ആവശ്യപ്പെട്ടത്. BJP കൗൺസിലർ ആർ സുഗതന് അനുകൂല കത്ത് നൽകിയതിൽ രേഖകളിൽ കൃത്രിമം കാട്ടിയെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു സർക്കാരിന്റെ പ്രതികാര നടപടി. വിവരങ്ങളുമായി വീണ MS ചേരുകയാണ്. വീണ, ഈ ചിത്ര അരുണിമയ്ക്കെതിരായ നടപടി രാഷ്ട്രീയ വൈരാഗ്യം മൂലമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഉണ്ടായിരുന്നില്ല. കാരണം തദ്ദേശ വകുപ്പ് നിലവിലുള്ള ചട്ടങ്ങൾ മുൻനിർത്തിയാണ് ചിത്ര അരുണിമ ഒരു കത്ത് നൽകുന്നത്. ആ കത്തുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ആർ സുഗതന്റെ അവധി അപേക്ഷ തിരുവനന്തപുരം നഗരസഭാ കൗൺസിൽ അംഗീകരിക്കുന്നത്. അപ്പോൾ ഇത് രാഷ്ട്രീയ വിരോധം തീർക്കാൻ ചിത്ര അരുണിമയെന്ന ഉദ്യോഗസ്ഥയെ ബലിയാടാക്കുകയായിരുന്നു സർക്കാർ ചെയ്തത്. ഇതിലാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഇടപെടൽ വന്നിരിക്കുന്നത്. വിവരങ്ങൾ നിലവ തീർച്ചയായും ഒരു രാഷ്ട്രീയ ഗൂഢാലോചന അല്ലെങ്കിൽ രാഷ്ട്രീയ പകപോക്കൽ ഇതിന് പിന്നിലുണ്ടായിരുന്നു എന്ന ആരോപണങ്ങൾ ആദ്യം തന്നെ ശക്തമായിരുന്നു. കാരണം തദ്ദേശ വകുപ്പ് ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് അവധി അപേക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു കത്ത് അണ്ടർ സെക്രട്ടറിയായ ചിത്ര S അരുണിമ നൽകിയത്. തുടർന്ന് ചിത്ര S അരുണിമയെ ബലിയാടാക്കുന്ന നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ആ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്തുന്നതിനായി സസ്പെൻഷൻ നടപടികൾ സ്വീകരിച്ചു. തുടർന്നാണ് ചിത്ര ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ട്രൈബ്യൂണലിനെ സമീപിക്കുന്നത്. ആ ട്രൈബ്യൂണലിന്റെ ഇടപെടലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേസിന്റെ പരിഗണനയുമായി ബന്ധപ്പെട്ടാണ് ട്രൈബ്യൂണലിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ളൊരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. കാരണം എന്ത് രേഖയുടെ അടിസ്ഥാനത്തിലാണ്, എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ചിത്രയെ സസ്പെൻഡ് ചെയ്തതെന്നുള്ളൊരു ചോദ്യമാണ് ഉയരുന്നത്. ഇതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ പകപോക്കൽ ഉണ്ടെന്ന് ബോധ്യപ്പെട്ട സാഹചര്യം കൊണ്ടുവരും. പക്ഷേ സർക്കാർ ഉന്നയിക്കുന്നത് ഈ ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ചിത്രയുടെ ഇടപെടൽ ഉണ്ടായത്. ചില വഴിവിട്ട നീക്കങ്ങൾ ചിത്രയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായെന്നാണ് സർക്കാർ അനുകൂലികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന, അല്ലെങ്കിൽ UDF അനുകൂലികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വിമർശനം. ഈ സാഹചര്യത്തിൽ തന്നെയാണ് തനിക്ക് നീതി വേണമെന്നുള്ള ആവശ്യത്തിൽ ചിത്രയുടെ ഇടപെടൽ ഉണ്ടായത്. ആ സാഹചര്യത്തിലാണ് സർക്കാർ അഭിഭാഷകനോട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ രേഖകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഉടൻ തന്നെ രേഖകൾ സമർപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ സസ്പെൻഡ് ചെയ്തത്, അതിന്റെ തെളിവെന്താണ്, നിങ്ങൾ ആരോപിക്കുന്നത് പോലെ അത്തരത്തിലുള്ള ഒരു വഴിവിട്ട നീക്കം അല്ലെങ്കിൽ ഒരു വഴിവിട്ട ഇടപെടൽ ചിത്രം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ തെളിവ് എവിടെയെന്നാണ് ട്രൈബ്യൂണൽ ചോദിച്ചിരിക്കുന്നത്. ആ ചോദ്യത്തിന് എന്തായാലും സർക്കാരിന് ഉത്തരം പറയേണ്ടി വരും. അധികം വൈകാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രേഖ സമർപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ രേഖ സമർപ്പിക്കുമ്പോൾ ആ രേഖയിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിലോ അല്ലെങ്കിൽ രേഖ കൃത്രിമമായി കെട്ടിച്ചമച്ചതാണെങ്കിൽ പോലും സർക്കാരിനോ അല്ലെങ്കിൽ തദ്ദേശ വകുപ്പിൽ ഇതുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിച്ച ഉന്നത ഉദ്യോഗസ്ഥർക്കും മറുപടി പറയേണ്ടി വരുമെന്നുള്ള കാര്യം കൂടി ഉറപ്പാണ്. കാരണം കോർപ്പറേഷനിൽ തിരുവനന്തപുരം നഗരസഭയിൽ BJP ചരിത്ര വിജയം നേടി അധികാരത്തിലേറിയത് മുതൽ തന്നെ അവിടെ ഭരണ അട്ടിമറി നടത്തുവാനുള്ള ശ്രമങ്ങളാണ് ഇടത് വലത് മുന്നണികളുടെ ഭാഗത്തു നിന്ന് തുടർച്ചയായി ഉണ്ടാകുന്നത്. പക്ഷേ ഇടത് വലത് മുന്നണികളുടെ ഇത്തരത്തിലുള്ള നീക്കങ്ങളെ തരണം ചെയ്തുകൊണ്ട് ഭരണം വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ തന്നെയാണ് രണ്ടാമത് ആർ സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്തതും. ഒപ്പം തന്നെ ഈ രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായി തന്നെ കാപ്പ കേസിൽ കുടുക്കിയെങ്കിലും നിയമ നടപടിയുമായി ഒരു ഭാഗത്ത് സുഗതൻ മുമ്പോട്ട് പോകുന്ന സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ തന്നെയാണ് രണ്ടാമതും സത്യപ്രതിജ്ഞ ചെയ്ത് വീണ്ടും കൗൺസിലർ ആകുവാൻ സാധിച്ചതും അതിന് പിന്നാലെ തന്നെ അവധി അപേക്ഷ നൽകിയതും. ഇതിന് പിന്നാലെയാണ് സർക്കാരിന്റെ ഈ ഒരു രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും ഈ രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായി ഇത്തരത്തിലുള്ള നടപടികൾക്ക് ഉദ്യോഗസ്ഥ തലത്തിൽ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കുന്ന സമീപനം ഉണ്ടാകുന്നത്. അതിനെതിരെ കിട്ടിയ ഒരു കനത്ത തിരിച്ചടി കൂടിയായി നമുക്ക് ഇതിനെ കാണാൻ സാധിക്കും. എന്തായാലും രേഖ സമർപ്പിച്ചതിന് ശേഷമായിരിക്കും, ആ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ട്രൈബ്യൂണലിന്റെ ഭാഗത്തു നിന്നുള്ള മറ്റ് നടപടികൾ ഉണ്ടാകുന്നത്. നിലിവ. ഓക്കെ, ഏതായാലും ചിത്രയെ സംബന്ധിച്ച് ആശ്വാസകരമായ ചില നടപടികൾ വരുന്നു എന്ന് വേണം കരുതാൻ.